ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കാൻ വന്നിരിക്കുന്നത് നേരമാണ് 10:20 രാവിലെ. വിശന്നിട്ട് എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് വരുന്നുണ്ടോ? ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോയിട്ട് കോമഡി. 10 മണിക്ക് ശേഷം ബ്ലഡ് ടെസ്റ്റ് എടുക്കൂല അത്ര പോവാം. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. മാസം അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൊളസ്ട്രോളൊക്കെ കൂടിയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം എന്താ അവസ്ഥ എന്ന് അറിയണം. അപ്പോൾ ഞാനും വൈഫും കൂടി പോവുകയാണ് ടെസ്റ്റ് ചെയ്യാൻ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നു എന്താ സൂചി കുത്താൻ പേടിയാ? അമ്മുദാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 2-3 സ്ഥിരമായിട്ട് കഴിക്കുന്ന ദോശ കൊണ്ടുപോകാം എന്ന് കരുതി. ഈ ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകണം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കാൻ വന്നിരിക്കുന്നത് നേരമാണ് 10:20 രാവിലെ. വിശന്നിട്ട് എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് വരുന്നുണ്ടോ? ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോയിട്ട് കോമഡി. 10 മണിക്ക് ശേഷം ബ്ലഡ് ടെസ്റ്റ് എടുക്കൂല അത്ര. സൺഡേ ഈ എമർജൻസി മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ഡേ വന്നോളാം. കാരണം 10 മണി കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ച് പിന്നെയും 2 മണിക്കൂർ കഴിഞ്ഞ് ടെസ്റ്റ് എടുക്കണ്ടേ. അപ്പോഴേക്കും ഒരുപാട് നേരമാവും. അപ്പോൾ അതുവരേക്കും ഹോസ്പിറ്റലൊന്നും ചെയ്യൂല. പുറത്ത് നിങ്ങൾ പ്രൈവറ്റായിട്ട് പോയി ചെയ്തോളാം. ചുമ്മാ പോന്നു. ഇനി നാളെ രണ്ടാമത് പോവാം. അതോടുകൂടി ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു പോവാം. ഇപ്പോൾ മെഡിസിൻ്റെ കാര്യം നോക്കുമ്പോൾ മെഡിസിൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മെഡിസിൻ ഇവിടുന്ന് വാങ്ങിയിട്ട് നാളെ വന്ന് ടെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ വെച്ചപ്പോൾ മരുന്ന് തരാൻ പറ്റൂല എന്ന്. കാരണം 1 മാസത്തിന് തന്നാൽ 1 മാസം കഴിഞ്ഞതിന് ശേഷം നേരെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യണം. ഇന്നലെ ആയിരുന്നു വന്ന് ടെസ്റ്റ് ചെയ്യേണ്ട സമയം. ഇന്നലെ വന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പുറത്ത് പോയിട്ട് മരുന്ന് വാങ്ങിച്ചോളാം. ഇവിടെ മാത്രം കിട്ടുന്ന മരുന്ന് എങ്ങനെ പുറത്തുനിന്ന് കിട്ടുക എന്നുള്ളത് അറിയില്ല. കുറച്ച് കൊളസ്ട്രോളൊക്കെ അധികം ഉണ്ടായിരുന്നു. 12 മണിയാവാറായി. എത്തി. പരിപാടി നടന്നില്ല. ഈ നാളെ ഒന്നുകൂടിയും പോകണം. ബ്ലഡ് ചെക്കിങ് എന്തായാലും നടന്നില്ല. നാളെ ഒന്നുകൂടിയും പോകണം. സമയം കഴിഞ്ഞ് പോയി. ഇത്ര ഒന്നുകൂടിയും പോവാം. വേറെപ്പം എന്താ ചെയ്യുക? 2-3 ദിവസമായിട്ട് കറക്കായതുകൊണ്ട് കൂട്ടാനൊന്നും വെക്കലില്ല. ഇപ്പോൾ ഇതാ ഇവിടെ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. സാമ്പാർ ഉണ്ടാക്കാവുന്ന പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫോണും നോക്കി ഇരിക്കുകയാണ്. എന്നെക്കൊണ്ട് മൊത്തം പണി എടുപ്പിക്കുക. അമ്മമ്മയുടെ വീട്ടിൽ കഴിച്ച ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഇപ്പോഴും വായിന്ന് പോയിട്ടില്ലല്ലോ. ആ സാധനം നമ്മളെ കൊണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? എനി ഐഡിയ? ഫൈനലി 2 ചെറുപയർ ദോശ, സാമ്പാർ. ഇതാണ് ഇന്നത്തെ ലഞ്ച്. എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കണേ? തലയിൽ എണ്ണ ഇടാൻ പോകണം. കാണിച്ച സ്ക്രീനിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഈ ഹെയർ ഭയങ്കര തിന്നായിട്ടുണ്ട്. നല്ലപോലെ വളരുന്നുണ്ട്. മുടി കൊഴിച്ചിലിന് ഇത് യൂസ് ആവുമോ? മുടി കൊഴിച്ചല് യൂസ് ആവും. പിന്നെ ഹെയർ ഡൈന് പകരം യൂസ് ചെയ്യാം നാച്ചുറലായിട്ട്. അതാണ് കാണിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്യാനുണ്ട്. അടുത്ത ആഴ്ച നോക്കാം. ഒരു ഡൗട്ട്. അപ്പോൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ കാണിക്കുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഇത് അവർ വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കില്ലേ? ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഉള്ള മുടി കൂടി പോയാലോ? അങ്ങനൊന്നുമില്ലല്ലോ. എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞ അതേ മെത്തേഡ് അതിലും പറയുന്നു. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? യൂസ് ചെയ്യുന്നുണ്ടല്ലോ, പ്രൂഫല്ലേ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് അടക്കം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇന്നാള് എണ്ണ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പം അവരോടൊന്നും ചോദിച്ചു എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അവരിത് ഈ മെത്തേഡ് ഞാൻ പറയുന്നത്. അത് ഡെമോ ആയിട്ട് കാണിക്കുന്നുണ്ട്. വിശ്വസിക്കാം അല്ലേ? വിശ്വസിക്കുകയൊക്കെ ചെയ്യാം. പറയുന്നുണ്ടല്ലോ ഇത്രയും ആൾക്കാർ. പിന്നെ നുണ പറയുമോ? സ്കിറ്റ് എടുക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഫ്യൂച്ചറിൽ? മൈൻഡിലുണ്ട്. ചെയ്യോ? ചെയ്യുന്ന പറഞ്ഞാൽ അതിന് എന്തൊക്കെ പണിയുണ്ട്. സ്ക്രിപ്റ്റിങ്, അതിന് എഡിറ്റിങ്, അതിന് ലൈറ്റിങ്, നല്ല ക്യാമറ വേണം, നല്ല മൈക്ക് വേണം, ഒരുപാട് കാര്യങ്ങൾ അതിന് വേണേ. മെനക്കെടണം. ഇല്ലാന്നില്ല, എല്ലാം വേണം. ബട്ട് സ്റ്റിൽ ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ആവാലോ. ഇതിപ്പോ എല്ലാം കൂടി ചെയ്തു വരുമ്പോഴേക്ക് നമുക്ക് ഇതിനൊക്കെ നേരം കിട്ടുമോ? നമ്മുടെ ജോലി മാസത്തിൽ 1 മതിയല്ലോ. എല്ലാ ആഴ്ചയും വേണ്ടല്ലോ. മാസത്തിൽ 1 പതുക്കെ എടുക്കാം. ക്വാളിറ്റി വേണം, അതല്ലേ ഉള്ളൂ. അപ്പൊ അതിന് വേറെ ചാനൽ തുടങ്ങണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഈ വ്ളോഗിന്റെ ചാനലില്ല? മാസത്തിൽ 1 മതി.
അത് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഒരെണ്ണാകുമ്പോ പിന്നെ എനിക്ക് വലിയൊരു ഭാരം വരില്ല. മതി. അല്ലെങ്കിൽ ഒക്കെപ്പാടെ നമ്മൾ ഇരുന്ന് എഡിറ്റ് ചെയ്ത് എല്ലാം കൂടി നല്ല ബുദ്ധിമുട്ടാണ് അതിന്റെ. മാസത്തിൽ ഒന്നും മതി. ഞാൻ എത്രയായി പറയണു, എന്റർടൈനിങ് ആണ് എല്ലാവർക്കും. ഞാൻ പോലും എന്റർടൈനിങ്ങിന് വേണ്ടിയാണ് കാണുന്നത്. എനിക്ക് സമയമില്ല, പക്ഷെ എല്ലാ സമയത്തിലും കുറച്ചൊന്ന് മൈൻഡ് ഒന്ന് ഫ്രഷപ്പ് ആണെങ്കിൽ ഇതിനൊക്കെ ഇരുന്ന് കാണും. അതുപോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുക. നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് എത്ര ഞാൻ പറയുന്നു ഇങ്ങനെ എടുക്കാം. അപ്പം പറയും ഫോൺ ശരിയല്ല, അത് ശരിയല്ല, മൈക്കില്ല, അതില്ല. ഞാൻ വിട്ടു. അമ്മോ ഇത് നോക്കിയേ, ഇവിടുന്ന് വെള്ളം ശരിക്കും ഒലിച്ചു വരുന്നത് കാണാണ്ടോ? ഒരു ഷൈനിങ് കാണാണ്ടോ ഇവിടെ? ഇത് ലൈറ്റ് ഇടുമ്പോൾ നമ്മൾ ശരിക്കും കാണാത്തതാകണ്ടോ? ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തോ മഴ നനഞ്ഞതാണ് ചുമരുമ്പോൾ വന്നതാണെന്ന് കരുതും. പക്ഷെ ഇത് ഓഫ് ചെയ്യുമ്പോൾ കണ്ടോ ഒരു ഷൈനിങ്? ഇത് എവിടുന്നാ വരുന്നതെന്ന് ഒരു പിടിയും കിട്ടണില്ല. ഞാൻ മഴയാണെന്ന് കരുതി. കുറേ ദിവസമായിട്ട് ഇവിടെ മഴയല്ലേ ഉണ്ടായിരുന്നേ. ഇതിങ്ങനെ പോയിട്ട് ഇപ്പം ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കില്ലേ? നോക്കാം, മുകളിൽ പോയി നോക്കിയാലോ, മുകളിലത്തെ നിലയിൽ. ഇവിടെ ഓപ്പൺ ടെറസിൻ്റെ മുകളിൽ എവിടെയും വെള്ളമൊന്നും കെട്ടിക്കിടക്കുന്നില്ല. നോക്ക്, ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സൈഡിലുണ്ടോ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ എന്തോ അവിടെ ലൈന് കാണാനുണ്ട്. ആ, ഇവിടുന്നാടാ പ്രശ്നം. സീ കണ്ടോ? ആ, അവിടെ കണ്ടോ ലീക്ക്? ഇതാ അവിടെ പൈപ്പൊന്നല്ല, ഇവിടെ ഈ ടാങ്കിൻ്റെ ഇവിടെ നിന്നാണ് ഈ ലീക്ക് വരുന്നത്. കണ്ടോ? ഈ വാട്ടർ ടാങ്കിൻ്റെ ഇവിടെ അടിയിൽ നിന്ന് ആ ഫ്ലോറിങ്ങിൻ്റെ ആ ഭാഗത്ത് എന്തോ ആണ് ലീക്ക് വരാൻ കാരണം. അതിൽ നിന്നാണ് ഇവിടെ ഈ വെള്ളം ലീക്ക് വരണത്. എന്തായാലും ഇത് അച്ഛനറിയാൻ ചാൻസ് ഇല്ല. നമുക്ക് വിളിച്ച് പറഞ്ഞാലോടാ. അച്ഛൻ എണീറ്റുണ്ടാവുമോ? അപ്പോൾ ടാങ്കിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ ആ പോർഷനിൽ കുറച്ച് സിമെൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചോർച്ച അടയേണ്ടതാണ്. 7 മണി ആവാറായിട്ടേ ഉള്ളൂ. 6:50. ഇവിടുത്തെ ഡിന്നർ ഇതാ. അമ്മ ഇരുന്നതാ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഏർലിയാണ്, എല്ലാം ബിഫോർ 7 എല്ലാം തീരൂല്ലേ. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.